എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ശംഖുപുഷ്പത്തിൻ്റെ ചായയാണ്. അപ്പോൾ ഇതാണ് ശംഖുപുഷ്പം. വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണാം. ഇനി നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്കത് പാക്കറ്റായിട്ടും ഡ്രൈഡ് ഫ്ലവേഴ്സായിട്ടും മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഈ പൂ വെച്ചാണ് നമ്മൾ ടീ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ടീൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളൊരു ഫ്ലവറാണ് ഈ ശംഖുപുഷ്പം. മെയിനായിട്ട് കുറച്ച് ബെനിഫിറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കോഗ്നേറ്റീവ് ഫങ്ഷൻ വളരെ നല്ലതാണ്. അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ്, മെമ്മറി, കോൺസെൻട്രേഷൻ ആൻഡ് അതർ അബിലിറ്റീസ് അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. അടുത്തത് സ്ട്രെസ് റിലീഫ്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സ്, ആങ്സൈറ്റീസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ ആൻഡ് അഡ്രിനാലിൻ പ്രൊഡക്ഷനെ റെഗുലേറ്റും ചെയ്യും. പിന്നെ സ്ലീപ്പ്, ഉറക്കം, നല്ല സുഖമായി നല്ല ക്വാളിറ്റി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് സ്ലീപ്പിന് ഇത് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ഡൈജഷൻ, നമ്മുടെ ബോഡീൻ്റെ ഡൈജഷൻ ആൻഡ് കോൺസ്റ്റിപ്പേഷനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹാർട്ട് ഹെൽത്ത്, നമ്മുടെ ബ്ലഡ് പ്രഷർ മാനേജ് ചെയ്യാനും ഹാർട്ട് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യാനും ശംഖുപുഷ്പത്തിന് കഴിയും. പിന്നെ സ്കിൻ ആൻഡ് ഹെയർ, മുഖത്തുണ്ടാകുന്ന പിമ്പിൾസ്, ആക്നി, അതുപോലെ തന്നെ മുറിയുടെ പാടുകളൊക്കെ ഹീൽ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്യും, അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പം ഇത്രയും സൂപ്പർ ബെനിഫിറ്റ്സ് ഉള്ള ഈ ശംഖുപുഷ്പത്തിൻ്റെ ചായ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കുക നോക്കാം. അപ്പം അതിന് മുൻപ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. റീസെൻ്റ്ലിയാണ് ഈ ശംഖുപുഷ്പം ടീയുടെ ബെനിഫിറ്റ്സ് എത്രത്തോളാണെന്ന് ഞാൻ അറിയാനിടയായത്. അപ്പം തന്നെ എൻ്റെ വീട്ടിലെ അമ്മയുടെ പൂന്തോട്ടത്തിലേക്ക് ഒരു ചെറിയ വിസിറ്റ് നടത്തി. അപ്പം അതാ നല്ല പൂത്ത് തളിർത്ത് നിൽക്കുന്നു ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ. ഒന്നും നോക്കിയില്ല, ഒരു 5-6 അപ്പം തന്നെ പൊട്ടിച്ചെടുത്തു. അപ്പം ഈ പൂക്കൾ വെച്ചിട്ടാണ് നമ്മളിന്ന് ശംഖുപുഷ്പത്തിൻ്റെ ടീ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 2 കപ്പ് ടീ ഉണ്ടാക്കാൻ ഒരു മിനിമം ഒരു 5-6 പൂക്കൾ മതിയാകും. അപ്പോൾ പൂക്കളെല്ലാം പറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ജസ്റ്റ് നോർമൽ വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. വല്ല വണ്ടോ പുഴുക്കളോ മറ്റ് പ്രാണികളോ വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഈ ടീ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, ഒരു പണിയുമില്ല. സത്യം പറഞ്ഞാൽ അടുപ്പത്ത് വെള്ളം എടുക്കുക, തിളപ്പിക്കുക, കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ ശംഖുപുഷ്പത്തിന് പൂക്കൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. കുറച്ചൊന്ന് തിളച്ച് വന്നാൽ ഒരിത്തിരി പഞ്ചസാര, വളരെ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. ഇനി ഷുഗർ ഉള്ളവരാണെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. പഞ്ചസാര അലിയുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഫ്ലവേഴ്സിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നാൽ ഒരു ലൈറ്റ് ബ്ലൂ കളറായി കഴിഞ്ഞാൽ നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റി വെച്ചിട്ട് ആ ഫ്ലവേഴ്സൊക്കെ ആ വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് എടുത്ത് മാറ്റുകയാണ്. ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ പോളൻ ഗ്രെയിൻസ് ഒക്കെ അതിൽ തന്നെ ഉണ്ടാവും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ അരിക്കാം. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു കപ്പും സോസറൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒഴിച്ചെടുക്കാം. നമുക്ക് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കളർ ഫീൽ ചെയ്യും. എക്സാക്ട് കളർ ഒരു ബ്ലൂ കളറാണ്, നല്ലൊരു ബ്ലൂ കളറാണ്. ഇത് നമ്മൾ ഡെയിലി കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സജഷൻസ് അറിയിക്കുക. ബൈ ബൈ.